സുന്ദര കേരളം. മാലിന്യമുക്ത കേരളം കേൾക്കുമ്പോൾ തന്നെ എന്താ സുഖം. ബാക്കി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്നെ മനസ്സിലായില്ലേ? ഞാൻ വിദൂഷകൻ. ഈ നാടിനെ പറ്റിയും നാട്ടുകാരെ പറ്റിയും എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. ഇതൊക്കെ നടന്നതു തന്നെ. എന്റെ കൂട്ടുകാരനാണ് ഈ വിദൂഷകനുമുണ്ട് ഫേസ്ബുക്കൊക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അതെ അതെ, സ്വന്തം വീട് വൃത്തിയാക്കുവാൻ നാടിനെ വൃത്തികേടാക്കുന്ന വഷളന്മാർ. ഓരോരുത്തന്മാരും നാട് നശിപ്പിക്കുന്നത് പോരാഞ്ഞിട്ട് കാടും നശിപ്പിക്കാൻ തുടങ്ങി. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയ അതിനെ സഹിക്കുന്നത് ഈ മലയോര കർഷകർ മാത്രം. എന്താ തെരുവ് നായ്ക്കളോ? ആ അതേനെ. അല്ലല്ലോ, കേരളം മൊത്തം വെച്ചാന്റെ കയ്യിലല്ലേ? അത് ശരിയാ. അല്ല, എങ്ങോട്ടാ എത്ര ധൃതി? ഞാനോ ഈ വേസ്റ്റ് ഇടാൻ വേണ്ടി പോവുക. എവിടെ? ഈ റോഡിലോ? ആ അവിടെ തന്നെ. മാലിന്യം വലിച്ചെറിയുന്നത് തെറ്റാന്നറിയത്തില്ലേ? അതിന് ഞങ്ങൾ വലിച്ചെറിയുന്നില്ലല്ലോ. ഇതവിടെ കൊണ്ട് വെക്കുന്നു, പോരുന്നു, അത്രയും മാത്രം. നല്ലതാ. ശരി, ഞാൻ പോകുന്നു. നമ്മുടെ നാട്, നാട്ടാര് എല്ലാം ബഹുക്കേമായിരിക്കുന്നു. ഈ നാടിനെയും നാട്ടുകാരെയും നിങ്ങൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഈ വിദൂഷകൻ വിട പറയുകയാണ്. ബാക്കി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്താ നാറ്റം? ഓരോരുത്തന്മാര് വേസ്റ്റ് കൊണ്ടിട്ടോളൂ. അറിഞ്ഞില്ലേ? നാട്ടിൽ കാട്ടുവാൻ ഇറങ്ങി ഒരാളെ കുത്തിട്ടാ പോയെ. ഇതാണ് നമ്മുടെ പുതിയ നാട്, നിന്റെ അച്ഛന്റെ നാട്. ഇവിടെ നല്ല മഴയും വെള്ളവും കാറ്റുമുണ്ട്. ഇങ്ങനൊക്കെ സ്വസ്ഥമായിട്ട് കളിച്ചു നടക്കാം. തിരിച്ച് ഡൽഹിക്ക് പോകുന്നില്ലേ? ഇല്ല മോളെ, നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ചു. ആഹാ, എനിക്കിനി ഇഷ്ടം പോലെ ഇവിടെ കളിച്ചു നടക്കാം അല്ലേ അല്ലേ? അതെ മോളെ, മോള് പോയി കളിച്ചോ. ഇനി നമുക്ക് നമ്മുടെ മോളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാല്ലേ? അതെ, ഇനി അവൾക്ക് ആസ്മ ഉണ്ടാവില്ലല്ലോ. എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ കേരളത്തിൽ വന്നത്. ശരിക്കും ദൈവത്തിന്റെ നാട് തന്നെ. അതെ. പേടിക്കണ്ട മോളെ, നിനക്കൊന്നും ആവില്ല. ഇനി നിന്റെ അമ്മയോട് വീട്ടിലേക്ക് പോകും. ആരാ ഇവിടെ? കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ പുതുതായി താമസം മാറി വന്നതാ. എവിടുന്നാ? അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ചേട്ടാ, നിങ്ങളിവിടെ വേസ്റ്റ് ഉണ്ട്?
എടോ ഇതൊക്കെ ഈ നാടിന്റെ സംസ്കാരമാണ്. ഈ കാലത്ത് ഇതൊക്കെ ആര് നോക്കാനും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ ചേട്ടാ? എടോ ഇപ്പൊ ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? സാറേ, ഞങ്ങൾ ഹരിതകർമ്മസേനയുടെ ഭാഗമായിട്ട് വന്ന വേസ്റ്റ് വല്ലതും ഉണ്ട് തരാമോ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്നും ഇല്ലെന്ന്. നിങ്ങൾ ഇവിടെ വേസ്റ്റ് ഇടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ അപകടത്തിലേക്ക് നയിക്കും. ഓ ഞാൻ നോക്കിക്കോളാം. തമ്പുരാട്ടിമാര് പോയാട്ടെ. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാവും കേട്ടോ. ഞാൻ സഹിച്ചു, നിങ്ങൾ പൊക്കോ. എന്റെ പൊന്നിയേട്ടാ, ഇതിന് നല്ലത് അവർക്ക് കൊടുത്തുവിടുന്നല്ലേ? എടോ ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള സ്ഥിരം തട്ടിപ്പാ. താവാ നമുക്ക് പോവാം. നമസ്കാരം. അത്യന്തം ഭയപ്പെടുത്തുന്ന രണ്ട് വാർത്ത കേട്ടുകൊണ്ടാണ് കേരളക്കര ഉണർന്നത്. കൊച്ചിയിലെ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചു. തീയിൽ നിന്ന് ഉയർന്ന് നമുക്ക് ശ്വസിച്ച 10 വയസ്സുകാരി മരിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവാം. നമ്മളോടൊപ്പം ടി വി റിപ്പോർട്ടർ അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഇവിടെ സംഭവിച്ചത്? അഖിലേഷ് കേൾക്കാമോ? കേൾക്കാം. സംഭവ സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മാസ്ക് ധരിക്കാതെ നിൽക്കാൻ സാധിക്കുകയില്ല. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഹരിതകർമ്മസേന അംഗത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? ഈ പ്രദേശത്ത് നാളുകളായ ആളുകൾ മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ദുരന്തം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഹരിതകർമ്മ സേന അംഗങ്ങളോടൊപ്പം മാലിന്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും നാടിനോടുള്ള ഉത്തരവാദിത്തമാണെന്ന് നാം മനസ്സിലാക്കണം. ഇനി ഇത്തരം മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഒന്നുചേർന്ന് പ്രവർത്തിക്കാം. അതെ അഖിലേഷ്, ഹരിതകർമ്മസേന അംഗവും ഇത് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ കെടുകാര്യസ്ഥതയാണ് ഇത്രയും വലിയ അപകടം ഉണ്ടാകാൻ കാരണം. പ്രിയമുള്ളവരെ, ശ്യാമസുന്ദര കേരകരാന്ത കേരളത്തെ സ്വപ്നം കണ്ട് ഞങ്ങളുടെ ഈ കലാസൃഷ്ടി കാണുവാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രേക്ഷകരോട് ഈ വിദൂഷകൻ മാപ്പ് പറയുന്നു. കാരണം ആ കേരളം എന്നോ മരിച്ചിരിക്കുന്നു. മാലിന്യത്തിൽ മുങ്ങിയ നമ്മുടെ ഈ നാട്ടിൽ ഇതിനെ തുടർന്ന് കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, ജീവൻ നഷ്ടപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രതിധ്വനി മാത്രമേ കേൾക്കുവാനുള്ളൂ. എങ്കിലും ആ കരച്ചിലുകൾ എന്നെ ഭദ്രമായി പോയ നിങ്ങളുടെ ചെവികളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമായിരുന്നു ഞങ്ങളുടെ ഈ കലാസൃഷ്ടി. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ നാം നശിപ്പിക്കുന്നത് ഒരു സമൂഹത്തെയാണ്, ഒരു നാടിനെയാണ്. കേരളം നമ്മുടെ നാടല്ലേ, നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അതുകൊണ്ട് തന്നെ തോളോട് തോളൊരുങ്ങി, കൈകളോട് കൈകൾ ചേർത്ത് മാലിന്യമുക്ത നവകേരളത്തിനായി നമുക്ക് മുന്നേറാം. ഞങ്ങളുടെ ഈ എളിയ കലാസൃഷ്ടി കാണുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രേക്ഷകരോടും ഈ വിദൂഷകൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.